ഹേ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ ഞാൻ ഒരുപാട് ബോഡി വാഷസ്, അതായത് ടാൻ റിമൂവൽ ബോഡി വാഷസ്, ബ്രൈറ്റനിങ് ബോഡി വാഷസ്, ഗ്ലൂട്ടത്തൈൻ സോപ്പുകൾ, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നിങ്ങൾ സജസ്റ്റ് ചെയ്തതിന്റെ പ്രകാരം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ ടാൻ മാറിയോ, സത്യത്തിൽ എന്താണ് നടക്കുന്നത്, ഇവരുടെ മാർക്കറ്റിംഗിൽ ഇവർ പറയുന്നത് പോലെ നമ്മുടെ ടാൻ മാറുമോ, ഇതിന്റെയൊക്കെ റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു എന്നല്ല കേട്ടോ പറയുന്നത്. ഒത്തിരി ബ്രാൻഡുകളുടെ പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ലോങ് ടേം, അതിന്റെയൊക്കെ ബോട്ടിൽ മൊത്തം യൂസ് ചെയ്ത് കാലിയാക്കിയിട്ടുള്ള എന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എന്റെ കയ്യിൽ ഇപ്പം നിലവിലുള്ള ബോട്ടിൽസ്, കുറെ ബോട്ടിൽസും സോപ്പിന്റെ പെട്ടിയൊക്കെ കളഞ്ഞു പോയി. എന്താണെങ്കിലും ഞാൻ ജസ്റ്റ് കാട്ടിത്തരാം കയ്യിലുള്ളത് ബാക്കി. സോ ഫസ്റ്റ് ഓഫ് ഓൾ എം കഫെയിൻ എന്ന് പറയുന്ന നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞതിന്റെ പേരിൽ മേടിച്ച ഒരു ബോഡി വാഷ് ആണ് ഇത്. ഞാൻ മൊത്തം നിങ്ങൾക്ക് തന്നെ കാണാം, മൊത്തം ഉപയോഗിച്ച് തീർത്തതാണ്. നെക്സ്റ്റ് കെമിസ്റ്റഡ് പ്ലേയുടെ ബോഡി വാഷ്. ഇത് ആക്ച്വലി ഞാൻ ഇന്നലെ മേടിച്ചിട്ടേ ഉള്ളൂ. ഇതിന്റെ ഒരു ഓറഞ്ച് കളർ പെട്ടി ഞാൻ ജസ്റ്റ് ഫോട്ടോ കാട്ടിത്തരാം. അത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്ത് റിവ്യൂ ഒക്കെ ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാര്യം അതിന്റെ ബോട്ടിൽ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി. സോ ഇതെന്താണെങ്കിലും ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഡെർമാക്കോയുടെ ഒരു ബോഡി വാഷ്, ഇതും യൂസ് ചെയ്ത് കഴിഞ്ഞ ബോട്ടിലാണ്. ഇനി റീസെന്റ് കഴിഞ്ഞ മാസം എങ്ങാണ്ട് ഞാൻ ഈ ഫോക്സ്റ്റൈലിന്റെ ബോഡി വാഷ് പോയി വാങ്ങുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഇതും ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം മേടിച്ച ഒരു ബോഡി വാഷാണ് ബി ബോഡി വൈസ് എന്ന് പറയുന്ന ഈ ഒരു ബോഡി വാഷ്. അതേപോലെ തന്നെ ഗ്ലൂട്ടത്തൈൻ സോപ്സിൽ കോസി കെയർ എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മേടിച്ച ഒരു സോപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ ബോക്സ് എന്റെ കയ്യിൽ ഇല്ല, അല്ലാതെ ഞാൻ ജസ്റ്റ് കാട്ടിത്തരായിരുന്നു. എന്താണെങ്കിലും അത് 3 സോപ്പ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. 3 സോപ്പ്, ഒരെണ്ണമല്ല 3 എണ്ണം. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഇൻഫ്ലുവൻസേഴ്സ് അഥവാ ക്രിയേറ്റേഴ്സ് പറയുന്ന പോലെ 7 ദിവസം കൊണ്ട് നമ്മുടെ ടാൻ മാറിയോ, എന്റെ ടാൻ മാറിയായിരുന്നോ എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഫുള്ള് ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയാമല്ലോ ഗൈസ്. ഞാൻ എന്തെങ്കിലും ഇത്രയും പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള എന്റെ ടാനിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് എനിക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ചേഞ്ചസ് ഉണ്ട്. ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെങ്കിൽ അത് ഒരിക്കലും ഒരു വലിയ ചേഞ്ച് അല്ല. അതായത് നമ്മുടെ ക്രിയേറ്റേഴ്സ് ഒക്കെ പറയുന്ന പോലെ 7 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട്, അല്ലെങ്കിൽ ചില ക്രിയേറ്റേഴ്സ് ഒക്കെ ഒരൊറ്റ കുടിയിലാണ് ടാൻ മാറിയെന്ന് പറയുന്നത്. അങ്ങനത്തെ ചേഞ്ചസ് ഒന്നും എനിക്ക് കണ്ടിട്ടില്ല. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ ടാൻ എന്താ എന്നുള്ളത് മനസ്സിലാക്കണം. ആദ്യം തന്നെ പറയുവാണ്, നമ്മുടെ കയ്യിൽ വരുന്ന അഴുക്ക് അഥവാ ചെളി പോലത്തെ ഒരു സബ്സ്റ്റൻസ് അല്ല ടാൻ. അതേപോലെ തന്നെ നമ്മുടെ ഡെഡ് സ്കിൻ എന്ന് പറയുന്ന സാധനമല്ല ടാൻ. ടാനെ പറ്റി സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ടാൻ ഉണ്ടാവുന്നത് സൺലൈറ്റ് മൂലമാണ്. എപ്പോഴാണോ UV റേസ് നമ്മുടെ സ്കിന്നിൽ ഹിറ്റ് ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെലനിൻ എന്ന് പറയുന്ന ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യും. ഈ മെലനിൻ എന്ന് പറയുന്ന സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഏറ്റവും ഡീപ്പർ ലെയേഴ്സിലാണ്, അല്ലാതെ സർഫേസ് ലെയറിലല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ലോജിക്കലി ചിന്തിച്ചു നോക്ക്, അല്ലെങ്കിൽ ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. നമ്മളൊരു സോപ്പ് അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ബോഡി വാഷ് ഉപയോഗിച്ചിട്ട് കുളിക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് ആ സോപ്പ് അല്ലെങ്കിൽ ബോഡി വാഷ് എത്ര നേരം നിൽക്കും? ഒരു 30 സെക്കൻഡ്, അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു മിനിറ്റ്. ഈ വെറും 1 മിനിറ്റ് മാത്രം നമ്മുടെ സ്കിന്നിന്റെ ടോപ്പ് ലെയറിൽ ജസ്റ്റ് ഒന്ന് കിടന്ന് കഴുകി പോകുന്ന ഒരു സാധനം എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിന്റെ ഏറ്റവും ഡീപ്പർ ലെയറിലായിട്ടുള്ള മെലനിൻ എന്ന് പറയുന്ന സാധനത്തിനെ റിമൂവ് ചെയ്യുന്നത്? ഇതാണ് ഗൈസ് ഒന്നാമത്തെ റിയാലിറ്റി. ഒന്ന് ലോജിക്കലി ചിന്തിക്കേണ്ട കാര്യമേ ഉള്ളൂ ഇതിനൊക്കെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ എന്താണ് ഈ ടാൻ റിമൂവൽ സോപ്സ്, ഈ ബോഡി വാഷസ് അല്ലെങ്കിൽ ബ്രൈറ്റനിങ് ബോഡി ലോഷൻസ്, ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇവരൊക്കെ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, എക്സ്ഫോളിയേഷൻ. അതായത് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ടോപ്പ് ലെയറിലുള്ള ഡെഡ് സ്കിൻ സെൽസ് എന്ന് പറയുന്ന സാധനം റിമൂവ് ചെയ്യാൻ ഈ സാധനങ്ങൾ സഹായിക്കും. ഈ ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ആകുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? നമ്മുടെ സ്കിൻ ഒന്നും കൂടെ സ്മൂത്ത് ആവും, അതേപോലെ തന്നെ കാഴ്ചയിൽ ഒന്നും കൂടെ ക്ലിയർ ആവും, അതേപോലെ തന്നെ സ്ലൈറ്റ്ലി ചെറുതായിട്ട് ഒരു ബ്രൈറ്റ്നസും നമുക്ക് ഫീൽ ചെയ്യും. ആ കിട്ടുന്ന ബ്രൈറ്റ്നസ് ആക്ച്വലി റിയൽ ആണ്, പക്ഷേ അത് നമ്മുടെ സ്കിന്നിന്റെ സർഫേസ് ലെയറിൽ വന്ന ഒരു ബ്രൈറ്റ്നസ് മാത്രമാണ്, അല്ലാതെ ടാൻ റിമൂവൽ അല്ല. അപ്പൊ നിങ്ങൾ ചിലവരെങ്കിലും ചോദിക്കും, പക്ഷേ എനിക്ക് ഉപയോഗിക്കുമ്പോൾ നല്ല ബ്രൈറ്റ്നസ്, കുളിച്ച് കഴിയുമ്പോൾ നല്ല ബ്രൈറ്റ്നസ് തോന്നിക്കുന്നുണ്ടല്ലോ എന്ന്. അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്കിന്ന് ക്ലീൻ ആയതുകൊണ്ട് തന്നെ അതൊന്നും കൂടെ ബെറ്റർ ആയിട്ട് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ആയിട്ടുണ്ട്. പിന്നെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആണ്. ഇത് ആക്ച്വലി ഒരു ഒപ്റ്റിക്കൽ എഫക്ട് മാത്രമാണ് കേസ്, അല്ലാതെ റിയൽ ആയിട്ട് പിഗ്മെന്റേഷൻ പോയതൊന്നും അല്ല. ഈ നമുക്ക് കിട്ടിയെന്ന് തോന്നുന്ന ഒരു ഗ്ലോ ഇല്ലേ, അത് നമ്മൾ കുളിച്ച് കുറച്ചൊരു മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ഡിസപ്പിയർ ആവത്തേ ഉള്ളൂ. ഇനി നമുക്ക് ഗ്ലൂട്ടത്തൈൻ സോപ്സിനെ പറ്റി പറയാം. കോസി കെയറൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിൽ 3 എണ്ണം മേടിച്ചിട്ടാണ് ഞാൻ തേച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെയൊക്കെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് പ്രൂഫ് ഒന്നും ഇല്ല ഈ ഗ്ലൂട്ടത്തൈൻ സോപ്പുകൾ നമ്മുടെ ടാൻ റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. ശരിയാണ്, ഈ ഗ്ലൂട്ടത്തൈൻ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചാൽ നമ്മുടെ സ്കിൻ ഒന്നും കൂടെ ബെറ്റർ ആവും, ഫെയർ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് അതിന് ഭയങ്കര ലോങ് ടേം ആയിട്ടുള്ള കോണ്ടാക്ട് വേണം എന്നാണ് സയന്റിഫിക്കലി പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു സോപ്പിനെ കൊണ്ട് എത്ര നേരം, മാക്സിമം നമ്മൾ 1 മിനിറ്റ് കൂടുതലൊക്കെ സോപ്പ് ഇട്ട് ഇരിക്കാൻ പാടില്ല. നമ്മൾ അതിൽ കൂടുതലൊക്കെ, അതായത് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സോപ്പ് ഇട്ടുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല. ലോങ് ടൈം ആയിട്ട് ഒരു കോണ്ടാക്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ ഗ്ലൂട്ടത്തൈൻ സോപ്സിനൊന്നും ഭയങ്കര എഫക്റ്റ് ഒന്നും സത്യം പറഞ്ഞാൽ കിട്ടത്തില്ല. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് പേഴ്സണലി ഒരു എഫക്റ്റും തോന്നിയിട്ടില്ല. വെറുതെ എന്തിനോ വേണ്ടി ഒരു സോപ്പ് ഉപയോഗിച്ചു എന്നല്ലാതെ, കോസി കെയറിന്റെ കാര്യമാണ് പറയണത്. ആ ഒരു സോപ്പ് വെറുതെ 3 എണ്ണം
ഒരെണ്ണമല്ല 3 വെറുതെ ഒരു റെസ്റ്റിന് ഉപയോഗിച്ചു. വെറുതെ ഒരു റെസ്റ്റിന് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം എന്നല്ലാതെ ടാൻ മാറുന്നതായിട്ട് യാതൊരു ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഇമാതിരി റിസൾട്ട് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മറിൻ ബദലഹേമിലെ ഡയലോഗാണ് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. എന്തായിരുന്നു ആ ഡയലോഗ്? 10 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ പൂരപ്പറമ്പിരുന്ന് ഉള്ളുന്ന ടീമാണോ? അതേ കണക്കാണ്. അവര് കാട്ടുന്ന ഡിഫറൻസ് ലൈറ്റിന്റെ ആണ് ഗൈസ്. ഇപ്പൊ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാം. ഞാൻ ഇവിടെ ജനല് തുറന്നിട്ടുണ്ട്. അപ്പം അവിടെ നിന്നാണ് മെയിൻ ആയിട്ട് എനിക്ക് ലൈറ്റ് വരുന്നത്. നിങ്ങൾക്ക് കാണാം, ഞാൻ വേറെ ലൈറ്റ് സോഴ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ ഒരു സൈഡ് നോക്കിയാൽ നിങ്ങൾ ഡള്ളായി കിടക്കുന്ന കണ്ടില്ലേ? ഇത് നോക്കിയേ, ബ്രൈറ്റ് ആയി കിടക്കുന്നു. വേണമെങ്കിൽ ഇതാ കൈ കാട്ടുക, ഇതാ കയ്യിൽ നോക്കിക്കോ. കൈ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറ്റി വെച്ചാൽ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും. ഇവിടേക്ക് ഇറക്കി വെച്ചാ കണ്ടോ? നിങ്ങൾ തന്നെ നോക്ക്. ഇത്ര ഉള്ളൂ ഒരാൾക്ക് നിങ്ങളെ പറ്റിക്കാൻ. ഈസിയാണ്. ഒരു ലൈറ്റിങ്ങിന്റെ ഡിഫറൻസ് ദാ ഇവിടെ വെച്ചു ഗൈസ്. എനിക്ക് ടാൻ എല്ലാം മാറി. ഒടുക്കത്തെ റിസൾട്ട് ഗൈസ്, ഇതായിരുന്നു എന്റെ ബിഫോർ. കണ്ടോ? അവർ കാട്ടുന്ന റിസൾട്ട് എല്ലാം മെയിൻലി പൈസ കിട്ടുന്നതിന്റെ ബേസിലാണ്. പിന്നെ അതേപോലെ തന്നെ നനഞ്ഞിരിക്കുന്ന സ്കിന്നും നമ്മുടെ ഡ്രൈ സ്കിന്നും നിങ്ങളൊന്ന് വീഡിയോ എടുത്ത് നോക്ക്, ഡിഫറൻസ് കാണാം. അതേപോലെ തന്നെ ഉള്ള ഒരു കാര്യം പറയാലോ, എക്സ്ഫോളിയേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിന്നും എക്സ്ഫോളിയേറ്റഡ് അല്ലാത്ത ഒരു സ്കിന്നും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾ ഒരാഴ്ച എക്സ്ഫോളിയേഷൻ ഒന്നും ചെയ്യാതെ ഒരു കൈ ഇട്ട് നോക്ക്, എല്ലാ ദിവസവും എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഒരു കൈയും തമ്മിൽ ഡിഫറൻസ് കാണും. അത് ഞാൻ പറഞ്ഞ പോലെ ഒരു മൈൽഡ് ബ്രൈറ്റ്നസ് മാത്രമായിരിക്കും, അല്ലാതെ ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് ഒന്നും അല്ല. പിന്നെ അവർക്ക് റിസൾട്ട് കിട്ടാനുള്ള കാര്യം ഫിൽറ്റേഴ്സ്, കളർ കറക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടും. പിന്നെ എഡിറ്റിംഗിന്റെ ബേസിസിൽ അല്ലാതെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ടീംസ് അവർ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടാവും, വേറെ ബോഡി ലോഷൻസ് യൂസ് ചെയ്യുന്നുണ്ടാവും, പിന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ അവർ ഉപയോഗിച്ച് നോക്കുന്നുണ്ടാവും. എന്നിട്ട് അവർക്ക് ഏതിനാണോ ആഡ് ചെയ്യേണ്ടത്, അതായത് പൈസ ഏത് പ്രോഡക്റ്റ് ആണ് തരുന്നത്, ഏത് ബ്രാൻഡ് ആണ് തരുന്നത്, അവർക്ക് ഇതിന്റെ ക്രെഡിറ്റ് ഒക്കെ കൊടുത്തിട്ട് വീഡിയോ അങ്ങോട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താണെങ്കിലും വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം തുടങ്ങിയിൽ നിന്ന് എനിക്ക് ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യം. ആ ഡിഫറൻസ് എനിക്ക് കിട്ടാനുള്ള കാര്യം റെഗുലർ ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻ മൂലവും ബെറ്റർ ആയിട്ടുള്ള ഹൈജീൻ മൂലവും ഡെഡ് സ്കിൻ സെൽസ് ബിൽഡപ്പ് ആവാനുള്ള ഒരു അവസരം കൊടുക്കാത്തത് കൊണ്ടും പിന്നെ അതേപോലെ തന്നെ വെയിലത്ത് അധികം ഇറങ്ങാത്തതും ഒരു വലിയ കാര്യമാണ്. ഇതൊക്കെ കൊണ്ടാണ് ആക്ച്വലി എനിക്കൊരു ചെറിയ ഡിഫറൻസ് കാണാൻ പറ്റിയത്, അല്ലാതെ ഒരു മാജിക്കൽ സോപ്പ് ഉപയോഗിച്ചത് കൊണ്ടല്ല. ഗൈസ്, നിങ്ങളോട് ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയാമല്ലോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം പറയുന്ന കാര്യങ്ങളാണിത്. ടാൻ റിഡക്ഷൻ ഉണ്ടാവുന്നത് സത്യം പറഞ്ഞാൽ കുറച്ച് മെയിൻ ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഞാൻ പറയുകയാണ്. ഒന്ന്, ടൈം. ഒത്തിരി നാൾ കൊണ്ട് നമ്മൾ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് പിന്നെ വെക്കുന്നത്, അതായത് അധികം സണ്ണുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നില്ല, നമ്മൾ സൺസ്ക്രീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് പ്രൊട്ടക്ഷനിലേക്ക് നമ്മുടെ ലൈഫ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒത്തിരി ടൈം എടുത്ത് ഇതേപോലത്തെ പ്രോഡക്ട്സ് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഡീറ്റാനിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് നമുക്ക് ഒത്തിരി ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാലോ ഇയേഴ്സ് ആണ്, അല്ലാതെ 1 മാസത്തെയോ 2 മാസത്തെയോ കണക്കല്ല പറയുന്നത്. വർഷങ്ങളോളം ടൈം എടുത്ത് മാത്രം കുറയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ റിന്യൂവൽ ആവുന്നത് മൂലം മാറുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടെ മെയിൻ ആയിട്ട് പറയുകയാണ് സൺ പ്രൊട്ടക്ഷൻ. ഇതാണ് മെയിൻ. നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന എത്ര കുറയോ അത്രയും നമ്മുടെ ടാൻ റിമൂവ് ആവാൻ നമുക്ക് ബെറ്റർ ആയിരിക്കും. അല്ലാതെ ഒരു സോപ്പോ അല്ലെങ്കിൽ ഒരു ബോഡി വാഷോ ഉപയോഗിച്ചത് മൂലം നിങ്ങളുടെ ടാൻ മാറത്തില്ല. ഈ ബോഡി വാഷസിനൊക്കെ ചെയ്തു തരാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് സ്കിന്നിനെ ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കും എന്നല്ലാതെ ടാനുമായിട്ട് ഇതിനൊന്നും ഭയങ്കര ഒരു ബന്ധമൊന്നും ഇല്ല. അപ്പൊ എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഒരു ക്ലീൻ സ്കിന്ന് വേണം, സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്കിന്ന് വേണം, മൈൽഡ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ഉപയോഗിക്കുക. അല്ലാതെ 7 ദിവസത്തിൽ ടാൻ റിമൂവല് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ കളർ ചേഞ്ച് അല്ലെങ്കിൽ മിറാക്കിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഇതൊന്നും വാങ്ങാൻ പോകാതിരിക്കുക. ഇതൊക്കെ വെറും മാർക്കറ്റിംഗ് ആണ്, അല്ലാതെ സയൻസ് അല്ല എന്ന് മനസ്സിലാക്കേണ്ട സമയമായി ഗൈസ്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം കൂടെ വരും, അപ്പൊ റിയൽ ആയിട്ട് ടാൻ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? ഉറപ്പായിട്ടും മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഒരു 300-350 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരാളെ കാണാൻ പറ്റും. അയാൾ നിങ്ങൾക്ക് കെമിക്കൽ പീൽ എന്ന് പറയുന്ന ഒരു സാധനം സജസ്റ്റ് ചെയ്യും. ആ ഒരു പ്രൊസീജിയർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 1 മന്തിനുള്ളിൽ റിസൾട്ട് കാണാൻ പറ്റും ടാൻ മാറുന്നതായിട്ട്. ഡീപ്പർ ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിന്റെ ലെയറിൽ കിടക്കുന്ന മെലനിൻ എന്ന് പറയുന്ന സാധനത്തിനെ റിമൂവ് ചെയ്യാൻ ഈ പ്രൊഡക്ട്സ് കൊണ്ടൊന്നും പറ്റത്തില്ല. നിങ്ങളൊരു ഡോക്ടറിനെ കാണാൻ അവർ നിങ്ങൾക്ക് മിക്കവാറും സജസ്റ്റ് ചെയ്യുന്നത്, ഞാൻ ഒത്തിരി ഡെർമറ്റോളജിസ്റ്റുകാരെ കാട്ടിയിട്ടുള്ളത് കൊണ്ടും ചെയ്തിട്ടില്ല ഇതുവരെ, നിങ്ങൾ പറയുവാണെങ്കിൽ വേണമെങ്കിൽ അതും ചെയ്യാം, കാട്ടിയിട്ടുള്ളത് കൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, അവർ നിങ്ങൾക്ക് കെമിക്കൽ പീൽ ആയിരിക്കും സജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ കെമിക്കൽ പീല് പോലെ തന്നെ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അൺറേറ്റഡ് ആണ്, പക്ഷേങ്കിൽ എല്ലാവരും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണെങ്കിൽ പുതിയ ടാൻ വരാതെങ്കിലും നിങ്ങൾക്ക് തടയാം. കൺസിസ്റ്റന്റ് ആയിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുക, അതേപോലെ തന്നെ കെമിക്കൽ പീൽസ്, പിന്നെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, എന്നോട് എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പരിപാടികൾ ചെയ്താലേ നിങ്ങൾക്ക് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഈ കെമിക്കൽ പീലിനൊക്കെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ പോയിട്ട് നമ്മുടെ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് അറിഞ്ഞിട്ട് നിങ്ങളോട് വന്ന് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ അത് ചെയ്ത് കാട്ടാനും റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അതിന്റെ റേറ്റും എക്സ്പെൻസ് ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല, നമുക്ക് അതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ
ഞാൻ നിങ്ങൾക്ക് വീഡിയോ ത്രൂ കാട്ടിത്തരാൻ പറ്റും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു വീഡിയോ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാം, നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കമന്റിൽ അറിയിക്കുക, ഞാൻ കാണുന്നുണ്ട്. പെട്ടെന്നുള്ള ഒരു വീഡിയോ റിപ്ലൈ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ബിക്കോസ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നന്നായിട്ട് സ്റ്റഡി ചെയ്ത്, അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് മൊത്തം ഉപയോഗിച്ചതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ടൈം എടുക്കും. ബാക്കിയുള്ള പല ക്രിയേറ്റേഴ്സിനെയും പോലെ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയ ഉടനെ വീഡിയോ ഇടാൻ എനിക്കറിയത്തില്ല, ടൈം എടുക്കും ഗൈസ്. സോ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്താണെങ്കിലും ബൈ.